ഡോക്ടർ അഗസ്റ്റിൻ ജോസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റിമറ്റോളജി ആൻഡ് ഇമ്മ്യൂണോളജിയിലേക്ക് രാജഗിരി ആശുപത്രിയുടെ ഈ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഡോക്ടർ അഗസ്റ്റിനെ ആദ്യമായിട്ട് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. ഡോക്ടർ അഗസ്റ്റിൻ, യെസ് സർ, താങ്കൾക്ക് ധാരാളം ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് എനിക്കറിയാം. എവിടെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് ഡിഗ്രികൾ ഉള്ളതെന്നൊന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി സർ വെൽക്കം ചെയ്തതിന്. എൻ്റെ മെഡിക്കൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 2010 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്നാണ്, കോട്ടയത്ത്. അവിടെ MBBS പഠനം പൂർത്തിയാക്കി അതിനുശേഷം MDക്കായിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഋഷികേശിൽ 3 വർഷം അവിടെ ചിലവഴിക്കുകയുണ്ടായി. അതിനുശേഷം ഞാൻ 1 വർഷം ജോലി ചെയ്തു. പോണ്ടിച്ചേരിയിലുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ ജിപ്മർ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 1 വർഷം ജനറൽ മെഡിസിനിൽ ജോലി ചെയ്തു. അതിനുശേഷമാണ് ഹയർ ട്രെയിനിങ് അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജി എന്ന ഈ ബ്രാഞ്ചിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് 3 വർഷം ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജിപ്മറിൽ തന്നെ ചിലവഴിക്കേണ്ടി വന്നു. ഇതിനിടയിൽ ചില ഫോറിൻ ഡിഗ്രി ഒക്കെ ഉള്ളതായിട്ട് അതെ സർ, അത് നമ്മുടെ ഇവിടെ അക്കാഡമിക് ഒരു എന്തൂസിയാസത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡിഗ്രീസ് നമ്മൾ കുറച്ച് എക്സാംസ് ഒക്കെ എഴുതി DNB MRCP സ്പെഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ഫ്രം UK ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിരുന്നു. MRCP അതെ, MRCPയുടെ എക്സാമും നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്ലിയർ ചെയ്തിരുന്നു. ഡോക്ടർ അഗസ്റ്റിൻ, ഈ ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജി തിരഞ്ഞെടുക്കാനായിട്ട് എന്താണ് ഒരു കാരണം? ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജിയെ പറ്റി ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ MBBS കാലഘട്ടത്തിലാണ്. അതുവരെ നമുക്ക് അത്ര പരിചിതമില്ലാത്ത ഒരു ബ്രാഞ്ചായിരുന്നു അത്. അപ്പോൾ എനിക്ക് വളരെ പുതുമയുള്ളതായിട്ട് തോന്നി. അത് സാധാരണ കാണുന്ന ഒരു മെഡിക്കൽ വിഭാഗങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു വിഭാഗമായിട്ട് എനിക്കത് തോന്നി. പിന്നെ അതേപ്പറ്റി കൂടുതൽ അറിഞ്ഞപ്പോൾ ഇതിൽ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്ന, ഒരുപാട് പുതുമകളുള്ള ഒരു വിഭാഗമായിട്ട് തോന്നി. അതിലുപരി MD ജനറൽ മെഡിസിൻ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആഗ്രഹമായിരിക്കും ജനറൽ മെഡിസിൻ തുടരുക എന്നുള്ളത്. അതായത് അതിലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമുക്ക് എല്ലാവിധ കേസുകളും എല്ലാ സിസ്റ്റത്തിൻ്റെയും നമുക്ക് ഒരു പർട്ടിക്കുലർ ഇതിൽ ഒതുങ്ങാതെ എല്ലാ സിസ്റ്റത്തിൻ്റെ കേസുകളും കാണാൻ പറ്റുന്ന ഒരേ ഒരു സ്പെഷ്യാലിറ്റി ജനറൽ മെഡിസിൻ തന്നെയായിരിക്കും. അത് വെച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി ആൻഡ് റുമറ്റോളജി എല്ലാ സിസ്റ്റത്തെ ഇതുപോലെ കണക്ട് ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതും എനിക്ക് വളരെയധികം ആകർഷകമായിട്ട് തോന്നി ഈ ഒരു സ്പെഷ്യാലിറ്റിയിൽ. അതായത് ജനങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള കാർഡിയോളജി, ന്യൂറോളജി, ഗ്യാസ്ട്രോയിൽ നിന്നെല്ലാം മാറി, അതെ, എന്നാലേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മേഖലയായിട്ട് തീർച്ചയായും ഇമ്മ്യൂണോളജി, റൊമറ്റോളജിയെ കണ്ടു. അതെ സർ. ഡോക്ടർ അഗസ്റ്റിൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ സാധാരണ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഒരു ധാരണയുണ്ട്, റൊമറ്റോളജി എന്ന് പറഞ്ഞാൽ വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് എന്നുള്ളൊരു ധാരണയുണ്ട്. അല്ലെ അതിനെക്കുറിച്ച് മാത്രം ചികിത്സിക്കുന്ന ചില വ്യക്തികൾ എന്നുള്ള ഒരു ധാരണയാണ് ഉള്ളത്. പക്ഷെ എനിക്കറിയാം അതല്ല, അതിനുമൊക്കെ മുകളിലാണ് ഇമ്മ്യൂണോളജിയും റൊമറ്റോളജിയും വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു അനന്തരമായിട്ടുള്ള ഒരു സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതൊന്ന് വിശദീകരിക്കാം. തീർച്ചയായിട്ടും സർ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് പലപ്പോഴും നമ്മൾ റുമറ്റോളജിയെ ബന്ധിപ്പിക്കുന്നത് വാതരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആർത്രൈറ്റിസ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് വിശേഷിപ്പിക്കുന്നു. ആർത്രൈറ്റിസും അത് സംബന്ധമായ രോഗങ്ങളും ചികിത്സിക്കുന്ന ഒരു വ്യക്തിയായിട്ട് പലപ്പോഴും ആളുകളുടെ മനസ്സിൽ നമ്മൾ ഒതുങ്ങി പോകാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗലക്ഷണമാണ്, ഒരു പൂർണ്ണമായിട്ടൊരു രോഗമല്ല. അതിന് കാരണമാകുന്ന ഒട്ടനവധി രോഗങ്ങൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തി നമ്മുടെ ബോഡിയിൽ ഓൾറെഡി ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം സംഭവിക്കാവുന്നുണ്ട്. അപ്പോൾ ആർത്രൈറ്റിസ് പോലെ തന്നെ മറ്റു പല ലക്ഷണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ നമ്മളുടെ നോർമലായിട്ടുള്ള നമ്മളുടെ രോഗപ്രതിരോധ ശക്തി നമുക്ക് തന്നിരിക്കുന്നത് പുറത്തു നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുന്ന ബാക്ടീരിയ, വൈറസ് പോലെയുള്ള ഫോറിൻ വസ്തുക്കളെ ഫൈറ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ഒരു തെറ്റിദ്ധാരണ പോലെ സംഭവിച്ച് ഇത് നമ്മളുടെ ബോഡിയെ തന്നെ അറ്റാക്ക് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റുമറ്റോളജി അല്ലെങ്കിൽ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി വിഭാഗത്തിലെ ഡോക്ടർമാർ ചികിത്സിക്കുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളും ഓട്ടോ ഇമ്മ്യൂണിറ്റി സംബന്ധമായ പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ച് നമുക്കെതിരെ തന്നെ നമ്മുടെ ആന്തരിക അവയവങ്ങളെ തന്നെ ബാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂണിറ്റി മാത്രമല്ല, ഇത് പുതിയ മേഖലകളിലേക്ക് ഈ ഒരു ബ്രാഞ്ച് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഓട്ടോ ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും ഓട്ടോ ഇൻഫ്ലമേഷനും ഒരുമിച്ച് സംഭവിക്കുന്ന ചില പാരമ്പര്യമായി കിട്ടുന്ന ചില രോഗങ്ങൾ, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റിയുടെ കുറവ് അല്ലെങ്കിൽ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്നൊരു വിഭാഗം കൂടെ നമ്മൾ കാണുന്നുണ്ട്. ഇതിന് പുറമേ തന്നെ
ജോയിൻറ്റ് സംബന്ധമായ മറ്റു രോഗങ്ങൾ, ഡീജനറേറ്റീവ് ഡിസീസസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ സംബന്ധമായ ഗൗട്ട്, യൂറിക് ആസിഡ് സംബന്ധമായ അസുഖങ്ങൾ, ഇതെല്ലാം നമ്മളുടെ ഈ രോഗപരിധിയിൽ വരുന്ന ഒരു സംഭവങ്ങളാണ്. അപ്പം വാതരോഗത്തിലേക്ക് മാത്രം ഒതുങ്ങാതെ ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കാരണം ആ അവബോധം ക്രിയേറ്റ് ചെയ്തെങ്കിൽ കൂടുതൽ ആൾക്കാർ ശരിയായ ചികിത്സ ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അഗസ്റ്റിൻ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഇമ്മ്യൂണോളജിയിലോ അല്ലെ റൊമറ്റോളജിയിലോ ഒതുങ്ങി നിൽക്കാതെ, അതായത് മറ്റ് സ്പെഷ്യാലിറ്റികൾ, ഇപ്പോൾ കാർഡിയോളജി, ന്യൂറോളജി പോലുള്ള എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഒരു കോംപ്ലിമെൻ്ററി ഇഫക്റ്റ് നൽകാനായിട്ട് ഇമ്മ്യൂണോളജി, റൊമറ്റോളജി അല്ലെങ്കിൽ ഡോക്ടർ അഗസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനും അഗസ്റ്റിനും സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും സാർ. നമ്മൾ ആരാണ് റുമറ്റോളജിസ്റ്റിനെ കാണേണ്ടത് എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാവുമല്ലോ, ജനങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇത് മനസ്സിലാക്കി തരാനായിട്ടൊരു ചെറിയ ഉദാഹരണം പറയുന്നത്, നമ്മുടെ വീട്ടിലിപ്പോൾ ചിലപ്പോൾ ഫ്രിഡ്ജ് കേടാവാം, അല്ലെങ്കിൽ ലൈറ്റ് കേടാകാം. അപ്പോൾ ഫ്രിഡ്ജും ലൈറ്റും ടി വിയും ഒരുമിച്ച് കേടാവുമ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ പ്രശ്നം നോക്കാതെ വയറിങ്ങിലായിരിക്കും പ്രശ്നമെന്ന് നമ്മൾ അസ്യൂം ചെയ്യാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ അവയവങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇതൊരു ഹോൾ സിസ്റ്റമായിട്ട് നമ്മൾ കാണുമ്പോൾ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം. അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ തകരാറ് മൂലം ഒരു ഓർഗൻ, ഒരു അവയവത്തിന് അല്ലെങ്കിൽ ഒരു ഫുൾ സിസ്റ്റത്തിന് അല്ലെങ്കിൽ പല സിസ്റ്റങ്ങൾക്ക് ഒരുമിച്ച് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ ചില രോഗങ്ങൾ കാണുമ്പോൾ അവർക്ക് തന്നെ തോന്നും, ഓക്കെ, ഇതിൻ്റെ കാരണമായിട്ട് ചിലപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം അടിസ്ഥാനപരമായ കാരണമെന്ന് തോന്നാം. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓർഗൻസ്, പല അവയവങ്ങളും ഒരുമിച്ച് ബാധിക്കപ്പെടുന്ന ചില അവസ്ഥകളിൽ അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണം ചിലപ്പോൾ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശക്തിയുടെ ചെറിയ തകരാറുകളായിരിക്കാം. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഒരു റുമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുന്നത്. മിക്കവാറും മറ്റു പല വിഭാഗങ്ങളും ഇത് സംശയിച്ച് ഉറപ്പുവരുത്താൻ വേണ്ടി റുമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ എടുക്കാറുണ്ട്. ഇതല്ലാതെ ഒന്നിൽ കൂടുതൽ ജോയിൻറ്റുകൾ അഫക്റ്റ് ആകുന്ന അല്ലെങ്കിൽ ആർത്രൈറ്റിസ് സംഭവിക്കുന്ന അവസ്ഥകളിൽ ഭൂരിഭാഗം കേസുകളിലും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം തകരാർ അവിടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാം, കാർഡിയോളജി ആണെങ്കിൽ ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ ഉടനെ നമുക്ക് ECG എടുക്കാം, അല്ലെങ്കിൽ ഉടനെ തന്നെ TMD ചെയ്തു, പിന്നെ അത് അവസാനം ആൻജിയോഗ്രാം ചെയ്ത് അങ്ങ് പോകുന്നു. ന്യൂറോളജി ആണെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് CT MRI ഉണ്ട്. അതുപോലെ തന്നെ ഗ്യാസ്ട്രോഎൻട്രോളജി ആണെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യും. ഇങ്ങനെ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏത് സ്പെഷ്യാലിറ്റി എടുത്താലും ഈ രോഗനിർണയത്തിന് ഇന്ന് ഈ പല ഇൻവെസ്റ്റിഗേഷണൽ ഫെസിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഈ ഇമ്മ്യൂണോളജിയും റൊമറ്റോളജിയും വരുമ്പോഴേക്കും ഇങ്ങനെ നമുക്കറിയാവുന്ന പ്രത്യേക ഇൻവെസ്റ്റിഗേഷൻസ് ഒന്നുമില്ല. പക്ഷേ എന്നാലും ധാരാളം ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ സഹായകരമാകേണ്ട ഒരു സ്ഥിതിയുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാനുള്ളത്? സർ, അതായത് ഇപ്പോൾ ആർത്രൈറ്റിസ് ബാധിച്ച ഒരു രോഗി നമ്മളുടെ അടുത്ത് വരികയാണെന്ന് ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പറയുന്നേ ഉള്ളൂ. ആർത്രൈറ്റിസ് ബാധിച്ച ഒരു രോഗി നമ്മളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അത് എന്ത് തരത്തിലുള്ള ആർത്രൈറ്റിസ് ആണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. അതിനായിട്ട് ഡോക്ടർ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കും. അതിനുശേഷം അദ്ദേഹം അവരെ പരിശോധിച്ച് നോക്കിയിട്ട് ചില നിഗമനങ്ങളിലെത്തുന്നു. അതിനുശേഷം നമുക്കത് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് പല ടെസ്റ്റുകളുണ്ടാവും. ചില ടെസ്റ്റുകൾ നമ്മുടെ രക്തത്തിലുള്ള ആൻറ്റിബോഡീസിൻ്റെ ടെസ്റ്റുകളായിരിക്കും. ഉദാഹരണത്തിന് റുമറ്റോയിഡ് ഫാക്ടർ, CRP, CCP അല്ലെങ്കിൽ ANA എന്നൊക്കെ പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റിങ്ങുകളുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ജോയിൻറ്റിൻ്റെ എക്സ്റേ എടുക്കാം, അൾട്രാസൗണ്ട് എക്സാമിനേഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ സാർ, വാതരോഗത്തിൽ ഒതുങ്ങുന്നതല്ല അല്ലെങ്കിൽ ആർത്രൈറ്റിസിൽ ഒതുങ്ങുന്നതല്ല റുമറ്റോളജിക്കൽ അസുഖങ്ങൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ഡിസീസസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. അപ്പോൾ ഏതൊക്കെ അവയവങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ അതിന് അനുസരിച്ചുള്ള കൃത്യമായ ടെസ്റ്റുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന് CT സ്കാൻ, MRI സ്കാൻ അല്ലെങ്കിൽ PET സ്കാൻ വരെ നമ്മൾ ചിലപ്പോൾ ഈ എത്രത്തോളം വ്യാപിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ ഒരു ക്രക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനപരമായ ടൂളായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന ആൻറ്റിബോഡി ടെസ്റ്റിങ്ങുകളാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും. പക്ഷേ ഇത് എപ്പോഴും നമ്മളിത് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ല വ്യക്തമായ വിശദമായിട്ട് എടുത്തിരിക്കുന്ന ഒരു രോഗലക്ഷണങ്ങളെ പറ്റിയുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏത് ടെസ്റ്റാണ് വേണ്ടതെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എനിക്കറിയാവുന്നിടത്തോളം ഇമ്മ്യൂണോളജി, റൊമറ്റോളജി കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ വളരെയേറെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്വട്ടേർണറി കെയർ ഹോസ്പിറ്റലിൽ ഇനിയും അതിൻ്റെ ഭാവി അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്തായിരിക്കും? തീർച്ചയായിട്ടും സാർ, വളരെയധികം പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതികളും ഗവേഷണവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ഒരു ഭൂരിഭാഗം അസുഖങ്ങൾക്ക് നമ്മൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുമായിരുന്നു.
അപ്പോൾ നമുക്ക് സ്റ്റിറോയിഡിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും രോഗികൾ ചോദിക്കും, അവരത് എടുക്കാനുള്ള ഒരു വിമുഖത കാണിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ച് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആൾക്കാർ ഉപയോഗിച്ച് നല്ല റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിറോയിഡ് ഉപയോഗം അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സിൻ്റെ ഒക്കെ ഉള്ള ഉപയോഗം വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ചില അസുഖങ്ങൾക്ക് വളരെ നല്ല രീതിയിലുള്ള സിംറ്റം കൺട്രോൾ, അതായത് അവരുടെ പെയിൻ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ സാധിക്കുന്ന അവസ്ഥകളിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. മുമ്പോട്ടുള്ള ഗവേഷണം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ തെറാപ്പീസ് കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണം കാർ ടി സെൽ തെറാപ്പി അല്ലെ സ്റ്റെം സെൽ തെറാപ്പി, ബൈ സ്പെസിഫിക് എൻഗേജേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തെറാപ്പീസ് കടന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒക്കെ സാധ്യതകൾ വളരെ നല്ലതായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ കാണിക്കുന്നത്. ചില രോഗങ്ങൾക്ക് അതായത് ഉചിതമായ ഒരു സിറ്റുവേഷൻ, ഉചിതമായ ഒരു പേഷ്യൻറ്റിന് കൃത്യസമയത്ത് കൊടുത്താൽ ചിലപ്പോൾ മരുന്നുകളില്ലാതെ തന്നെ റെമിഷൻ എന്ന അവസ്ഥ, അതായത് ഡിസീസിൻ്റെ ആക്ടിവിറ്റി ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളിലേക്ക് വരെ എത്തിക്കാനുള്ള സാധ്യതകൾ ഗവേഷണത്തിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ പ്രോമിസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ മെഡിക്കൽ രംഗത്ത് ഇപ്പോൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രവണത, ഇപ്പം നമ്മളൊരു ഡയഗ്നോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ എഴുതി കൊടുക്കുകയാണ്, ഉടനെ തന്നെ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം, സാധാരണ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാർഡിയാക്ക് ആണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് പറയാൻ പറ്റും, ന്യൂറോളജിയിലാണെന്നുണ്ടെങ്കിൽ പക്ഷാഘാതം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഈ ഇമ്മ്യൂണോളജി റൊമറ്റോളജിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിശാലമായ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗികളൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ രോഗികൾക്കെല്ലാം ധാരാളം സംശയങ്ങൾ, അവരെ നമുക്ക് എത്രമാത്രം കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളത്. നമുക്ക് നമ്മളുടെ ബയോളജിക്കൽ പ്രോസസ്സുകളെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അവബോധത്തിൽ തുടങ്ങി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഭൂരിഭാഗം പേഷ്യൻസിനും ഇത് മനസ്സിലാകുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. അതായത് നമ്മൾ കൃത്യമായി എന്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ഓഫ് ഡിസീസസ്, ഈ രോഗങ്ങൾ, ഈ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾ വരുന്നുവെന്ന് അടിസ്ഥാനപരമായ ഒരു ഇൻഫർമേഷൻ തൊട്ട് നമ്മൾ തുടങ്ങി അവരെ കൃത്യമായി അവരെ പറഞ്ഞത് മനസ്സിലാക്കുമ്പോൾ ഭൂരിഭാഗം പേർക്കും അത് മനസ്സിലാകുന്നുണ്ട്. ശരിയാണ്. ഒരുപക്ഷെ ഈ നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ചെറുപ്പക്കാർക്കൊക്കെ അറിയാം, അത് പറഞ്ഞു കഴിയുമ്പോൾ അവർ കൺവിൻസ്ഡ് ആകും. അതുവരെയുള്ള സംശയം, പക്ഷെ അത് പറയുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാകുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഇത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അഗസ്റ്റിന് ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു റൊമറ്റോളജിസ്റ്റ് ഉണ്ട്. നിങ്ങൾ രണ്ടുപേര് ചേരുമ്പോഴേക്കും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ, ഈ ഡിപ്പാർട്ട്മെൻറ്റ് പുതുതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അഗസ്റ്റിൻ വിഭാവനം ചെയ്യുന്നത്? ഓൾറെഡി നമുക്കിവിടെ ഒരു റൊമറ്റോളജിസ്റ്റ് ഉണ്ട്. വളരെ തിരക്ക് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കൂടെ സേവനം ലഭ്യമാക്കുന്നതിലൂടെ നമുക്ക് കെയർ കുറച്ചുകൂടെ ഓർഗനൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന പുതിയ അവന്യൂസ്, ഞാൻ പറഞ്ഞല്ലോ സർ, ഗവേഷണം വളരെയധികം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ പുതിയ തെറാപ്പീസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് അവലംബിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അതിനുള്ള സമയവും ഒരു സാഹചര്യവും ഒത്തുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനും എൻ്റെ ഇവിടുത്തെ പ്രസൻസ് അതുകൊണ്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഞാനിരിക്കുന്നത്. തീർച്ചയായിട്ടും അഗസ്റ്റിൻ്റെ പ്രതീക്ഷകൾ പൂവണിയും. റൊമറ്റോളജി, ഇമ്മ്യൂണോളജി മേഖലയിലെ ധാരാളം ഗവേഷണങ്ങൾ നടത്താനുള്ള സാധ്യതകളുണ്ട്. ധാരാളം പുതിയ രോഗികൾ കടന്നു വരും. അതുപോലെ തന്നെ പുതിയ രോഗികൾ കടന്നു വരുന്നത് മാത്രമല്ല, പുതിയ പുതിയ രോഗങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം രോഗികളെയൊക്കെ മറികടക്കാനും ചികിത്സിക്കാനും ഒക്കെ സാധിക്കും. അതിനുള്ള എല്ലാവിധ പ്രത്യേക സാഹചര്യങ്ങളും നമ്മുടെ ആശുപത്രിയിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അഭിമുഖം തന്നതിന് കൃഷ്ണനോട് പ്രത്യേകം നന്ദി പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു.